ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചോറിന് കഴിക്കാനായിട്ട് ഒരു സിമ്പിൾ കറിയാണ് ഉണ്ടാക്കുന്നത്. പച്ചമാങ്ങയും മുരിങ്ങക്കായും കൂടെ ഇട്ടുള്ള കറി. അതിൻ്റെ കൂടെ കുറച്ച് ചക്കക്കുരുവും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചോറിന് കഴിക്കാനുള്ള വളരെ ഈസി ആയിട്ടുള്ള ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. Welcome to a new video. Today I'm going to make curry with moringa, raw mango and jackfruit seeds. Let's see how to make it. ഇത് ചക്കക്കുരുവിൻ്റെ സ്കിന്ന് കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞ് കഴുകി റെഡിയാക്കി വച്ചിരിക്കുന്നതാണ് കുക്ക് ചെയ്യാനായിട്ട്. ഇതാണ് പച്ചമാങ്ങ. ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ്. ഈ മാങ്ങയുടെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇനി നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതാണ് മുരിങ്ങക്കായ. ഇത് ഞാൻ കഴിഞ്ഞ വർഷത്തെ മുരിങ്ങക്കായ ഫ്രോസൺ ചെയ്ത് വച്ചിരുന്നതാണ്. ഈ കൊല്ലത്തെ എൻ്റെ മുരിങ്ങക്കായ ഇതുവരെ റെഡിയായിട്ടില്ല. നമ്മൾ മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തു. ഇതിനി നമുക്ക് കറി വയ്ക്കാനുള്ള ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. ഈ മാങ്ങയ്ക്കും മുരിങ്ങക്കായ്ക്കും വേവ് കുറവായ കാരണം ആദ്യം നമുക്ക് ചക്കക്കുരു പകുതി വേവിച്ചെടുക്കാം. അത് പകുതി വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് പച്ചമാങ്ങയും മുരിങ്ങക്കായും കൂടെ ഇട്ട് കൊടുക്കാം. ഈ ചക്കക്കുരു പകുതി വെന്ത് കെട്ടി ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമാങ്ങയും മുരിങ്ങക്കായും ഇട്ട് കൊടുക്കാം. ഇനി ഇത് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ ഹിമാലയ സോൾട്ട് അല്ലെങ്കിൽ പിങ്ക് സോൾട്ട് 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യാനുസരണം മുളക് പൊടി. ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇതൊരു 10 മിനിറ്റ് നേരം കഴിയുമ്പോൾ ഇത് തുറന്ന് നോക്കുക. വെന്തെങ്കിൽ തീ ഓഫ് ചെയ്യുക. വെന്തില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നേരം കൂടി കുക്ക് ചെയ്തെടുക്കാം. ഈ മാങ്ങ ഇച്ചിരിയും കൂടെ വേകാനുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരം കൂടി കുക്ക് ചെയ്തെടുക്കാം. ഇത് അരയ്ക്കാനായിട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്നതാണ് ഒരു ചെറിയ കഷ്ണം ഉള്ളി, 1/4 ടീസ്പൂൺ ജീരകം, അരമുറി തേങ്ങ. ഈ സവാള ഉള്ളിയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് 2 ചെറിയ ഉള്ളി ഇടാവുന്നതാണ്. ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇവിടെ നമ്മുടെ കഷ്ണം വെന്തു. ഞാൻ തീ ഓഫ് ചെയ്തു. ഇതിലേക്ക് നമ്മൾ നന്നായി അരച്ചെടുത്ത് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഈ തേങ്ങ തിളച്ച് കിട്ടുന്ന വരെ നമുക്ക് ഒന്നും കൂടി കുക്ക് ചെയ്യാം. നമ്മുടെ കറി നന്നായി തിളച്ച് കിട്ടി. മാങ്ങയും മുരിങ്ങക്കായും ചക്കക്കുരും കൂടെ ഉള്ള കറി റെഡിയായി. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. കടുക് വറുക്കാനായിട്ട് ഈ ചീഞ്ചട്ടിയിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി ഇനി 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി ഇതിലേക്ക് 3-4 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇനി ചെറിയ ഉള്ളി ബ്രൗൺ കളറാകുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഉള്ളി ബ്രൗൺ കളറായി ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. എനിക്ക് കരിവേപ്പില ഇഷ്ടമായ കാരണം ഞാൻ കുറച്ചധികം കരിവേപ്പിലയാണ് ഇപ്പോഴും ഇടാറ്. ഈ കരിവേപ്പില ഒന്ന് വഴണ്ട് കിട്ടാനായിട്ട് 1 മിനിറ്റും കൂടി നമുക്ക് വഴറ്റിയെടുക്കാം. കടുക് വറുത്ത് റെഡിയായി. ഇനി നമ്മുടെ ഈ കറിയിലേക്ക് നമ്മളുടെ കടുക് വറുത്ത് ഇട്ട് കൊടുക്കാം.
ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഈ ചക്കക്കുരു നമ്മൾ ബദാമിനേക്കാളും ഹൈ പ്രോട്ടീനുള്ള ഒരു സീഡാണെന്നാണ് പറയുന്നത്. നല്ല രുചിയുള്ള മാങ്ങ, മുരിങ്ങക്കായ, ചക്കക്കുരും കൂടെ ഉള്ള കറി റെഡിയായി. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയാണ്. അതോണം പൂരി, ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനും നല്ല ഒന്നാന്തരം കറിയാണ്. ഹെൽത്ത് വൈസ് നോക്കിയാൽ ചക്കക്കുരു ഹൈ പ്രോട്ടീനാണ്. അതുപോലെ മുരിങ്ങക്കായയിൽ ഒത്തിരി ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുകൊണ്ട് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ വിത്ത് അനദർ വീഡിയോ.